എല്ലാവർക്കും നമസ്കാരം. +2 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിലെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ ആൻഡ് AC വോൾട്ടേജ് അപ്ലൈഡ് ടു എൻ ഇൻഡക്ടർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ. ഈ ക്ലാസ് കാണുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത ആ 2 വീഡിയോസും വളരെ സൂക്ഷ്മമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ എളുപ്പമായി തോന്നും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് AC വോൾട്ടേജ് അപ്ലൈഡ് ടു എൻ ഇൻഡക്ടർ എന്നുള്ളതായിരുന്നു. ആ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ചെയ്തത് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ കറണ്ടിൻ്റെ ഇക്വേഷൻ I = Im sin ωt -π/2 എന്നുള്ളതായിരുന്നു. അവിടെ നമുക്ക് മനസ്സിലായി, in a purely inductive circuit the current lags behind the voltage by π/2. അതേപോലെ നമ്മൾ മനസ്സിലാക്കിയ വേറൊരു കാര്യം, the average power supplied to an purely inductive circuit was 0. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നമ്മൾ കറണ്ട് ലാഗ് ചെയ്യുന്നു വോൾട്ടേജിനേക്കാൾ എന്നുള്ള സൂചിപ്പിക്കുന്ന ഫേസർ ഡയഗ്രാം വരച്ചു. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ കമ്പോണൻ്റ് ഇൻഡക്ടർ മാറ്റിയിട്ട് കപ്പാസിറ്റർ ആയി എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓൾ അതേഴ്സ് ഡിസ്കഷൻസ് ആർ സെയിം. പക്ഷെ നമുക്ക് കിട്ടുന്ന കറണ്ടിൻ്റെ എക്സ്പ്രഷനൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെ കിട്ടുക എന്നുള്ളത്. നോക്കൂ, an AC voltage is coupled to a capacitor. Let the voltage across the source be V = Vm sin ωt. Let Q be the charge on the capacitor at any time t. T എന്നുള്ള ഇൻസ്റ്റൻറ്റിലുള്ള ആ കപ്പാസിറ്ററിന് അക്രോസ് ആയ ചാർജ് എന്ന് പറയുന്നത് Q ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സമയത്തുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് V = Q/C എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ V = Vm sin ωt എന്നുള്ള ഒരു വോൾട്ടേജും V = Q/C എന്നുള്ള ഒരു വോൾട്ടേജും ഉണ്ട്. അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഓർ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ നമുക്കറിയാം, വോൾട്ടേജ് അക്രോസ് ദ സോഴ്സ് ആൻഡ് കപ്പാസിറ്റർ ഈസ് സെയിം. ദാറ്റ് മീൻസ് ദ ടോട്ടൽ വോൾട്ടേജ് ഇൻ ദിസ് ക്ലോസ് ലൂപ്പ് ഈസ് 0. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും Vm sin ωt = Q/C ഓർ Q = C × Vm sin ωt. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ട എക്സ്പ്രഷൻ കറണ്ട് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ കറണ്ട് I = dQ/dt എന്നുള്ളതാണ് വരിക. നമുക്കറിയാം ദാറ്റ് ഈസ് d/dt ഓഫ് Q എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക C Vm sin ωt. ദെൻ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ C ആൻഡ് Vm ആർ ഓൾറെഡി കോൺസ്റ്റൻസ്. നമുക്കറിയാം സൈൻ ഒമേഗ ടി ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി, പിന്നെ ഒമേഗ എന്നുള്ള കോൺസ്റ്റന്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക കൂടി വേണം. സോ C Vm ഒമേഗ കോസ് ഒമേഗ ടി, ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ C ദെൻ Vm. ഞാൻ ഈ കോസ് ഒമേഗ ടി എന്നുള്ളതിനെ സൈൻ്റെ ടേമിലാക്കി എഴുതാൻ പോവുകയാണ്. നമുക്കറിയാം കോസ് തീറ്റ = സൈൻ 90 + തീറ്റ എന്നുള്ളതാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ അവിടെ ഒമേഗ ടി ആണ്. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും Vm സൈൻ തീറ്റയ്ക്ക് പകരം ഞാൻ ഒമേഗ ടി കൊടുത്തു, 90 എന്ന് പറഞ്ഞാൽ π/2 റേഡിയനിലാക്കി എഴുതി. സോ ഒമേഗ C Vm സൈൻ ഒമേഗ ടി +π/2. ദാറ്റ് ക്യാൻ ബി അഗൈൻ റിട്ടൺ ആസ് Vm ബൈ, ശ്രദ്ധിക്കുക ഈ ഒമേഗ C എന്നുള്ള ഇതിനെ ഞാൻ ഈ ഡിനോമിനേറ്റർ ആയ ഫോമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 1/ωc. അപ്പോൾ നോക്കൂ, ഈ 1/ωc എന്നുള്ളത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ωc തന്നെ കിട്ടും. സോ Vm 1/ωc ദെൻ സൈൻ ωt +π/2. ഓക്കെ, സോ ദിസ് ഹിയർ LHS ഈസ് I. സോ I = Vm by 1/ωc sin ωt +π/2. And this can be written as I = Im, and ഇതിനെല്ലാം കൂടി പകരം Im, that is the maximum value of current Im sin ωt +π/2. Okay, here Im നമ്മൾ ഏതിന് പകരമായിരുന്നു? Vm by 1/ωc ക്ക് പകരമായിരുന്നു. So Im = Vm by 1/ωc, or it can be written as Vm by XC. Actually, what is XC? XC is the resistance or it is opposition offered by
കപ്പാസിറ്റർ ടു ദി ഫ്ലോ ഓഫ് കറണ്ട്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഈ തരത്തിന് വി എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് മാക്സിമം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എക്സ് സി ഈസ് നോൺ ആസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. Capacity reactance XC. So the expression for capacitive reactance XC is equal to 1 by omega C. Okay, omega ne namukku linear frequency term il ezhudam. So it can be written as 1 by 2 pi F into C. So that is the expression for capacitive reactance XC. അപ്പോൾ എന്തായിരുന്നു capacitive reactance? നമുക്കറിയാം capacitive reactance is the opposition offered by the capacitor to the flow of current, or the capacitive reactance limits the flow of current in a purely capacitive circuit as resistor limits the current in purely resistive circuit. ഇതേപോലെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ നമുക്കറിയാം അവിടെ ഓഫർ ചെയ്യുന്ന ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന അതിന് ഓപ്പോസിറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പോൾ ഈ ടേമുകളെല്ലാം തന്നെ, അതായത് റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്നതും ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നതും കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്ന എല്ലാം തന്നെ ഓൾ ഹാവ് ദ സെയിം ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തന്നെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. എല്ലാം തന്നെ ഒരു തരത്തിലുള്ള ഒപ്പോസിഷനാണ് ഓഫർ ചെയ്യുന്നത്, റെസിസ്റ്റർ ആയാലും ഇൻഡക്ടർ ആയാലും കപ്പാസിറ്റർ ആയാലും. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സ് എന്നുള്ളത് SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം എന്നുള്ളതായിരിക്കും. ഇപ്പോൾ നമുക്ക് മനസ്സിലായി if an voltage V is equal to Vm sin omega t is applied to a pure capacitive circuit, you will get a current in the form I is equal to Im sin omega t plus pi by 2. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ആംഗിൾ ഈസ് ഒമേഗ ടി, ആംഗിൾ ഈസ് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അപ്പോൾ നമുക്കിവിടെ കറണ്ടിൻ്റെ കേസിൽ പറയാൻ പറ്റും ഇൻ എ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് കറണ്ട് ഈസ് ലീഡിങ് ദി വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് പൈ ബൈ 2. ഇതേ കേസ് തന്നെ നമ്മൾ ഇൻഡക്റ്റീവ് സർക്യൂട്ട് നമ്മൾ കണ്ടതാണോ, ദ കറണ്ട് വാസ് ലാഗിങ് ബൈ എ ആംഗിൾ ഓഫ് പൈ ബൈ 2 കമ്പയർഡ് ടു വോൾട്ടേജ് I is equal to Im sin omega t minus pi by 2 എന്നുള്ളതായിരുന്നു നമുക്ക് ഇൻഡക്റ്റീവ് സർക്യൂട്ട് കിട്ടിയത്. ഇവിടെ ദ ഇക്വേഷൻ ഈസ് I is equal to Im sin omega t plus pi by 2. ദാറ്റ് മീൻസ് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഓഫ് പൈ ബൈ 2. അപ്പോൾ ഈ പറയുന്ന കാര്യം തന്നെ നമുക്ക് ഫേസർ ഡയഗ്രത്തിലൂടെയും കാണിക്കാം. നമ്മൾ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഫേസർ ഡയഗ്രാം വരച്ചാണ്, അതേപോലെ തന്നെ ഇവിടെയും ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഫേസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫേസേഴ്സ് ആർ ദ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് അബൌട്ട് ദി ഒറിജിൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ വി എന്നുള്ള ഒരു വോൾട്ടേജ് ഫേസറും ഐ എന്നുള്ള ഒരു കറണ്ട് ഫേസറുമാണ് ഉള്ളത്. നോക്കൂ, ഈ വിയും ഐയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 90 ഡിഗ്രി. ഇവിടെ കറണ്ട് ഈസ് എഹെഡ് ഓഫ് വോൾട്ടേജ്, കറണ്ട് വോൾട്ടേജിനേക്കാൾ പൈ ബൈ 2 മുന്നിലാണ്. ഈ തരത്തിൽ നമ്മൾ ഡയറക്ഷൻ എടുക്കുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി പറഞ്ഞാൽ കറണ്ട് വോൾട്ടേജിനേക്കാൾ പൈ ബൈ 2 ഫേസ് ആംഗിൾ മുന്നിലാണ്. അപ്പോൾ ഒമേഗ ടി 1 ഉള്ള ആംഗിൾ, അതായത് ആറ്റ് ആൻ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി 1 എന്നുള്ള സമയത്തുള്ള ഒരു ഫേസർ ഡയഗ്രവും അതിന് കറസ്പോണ്ടിങ് ആയുള്ള വേവ് ഡയഗ്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഈ എന്നുള്ള ഈ ഒരു ഫേസറിൻ്റെ, അതായത് വി എന്നുള്ള ഫേസറിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഇത് ഒമേഗ ടി 1 എന്നുള്ള ആംഗിൾ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും Vm സൈൻ ഒമേഗ ടി 1. അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റാണ് ഈ വരച്ച് കാണിച്ചിരിക്കുന്നത് Vm സൈൻ ഒമേഗ ടി 1. അതേപോലെ ഈ ഐ എന്നുള്ള ഫേസറിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് Im സൈൻ ഒമേഗ ടി 1 പ്ലസ് പൈ ബൈ 2. നമുക്കറിയാം കറണ്ട് ഇവിടെ പൈ ബൈ 2 ലീഡ് ചെയ്യാണ്. അപ്പോൾ Im സൈൻ ഒമേഗ ടി 1 പ്ലസ് പൈ ബൈ 2. ഇനി നമുക്ക് ഈ ഫേസർ ഡയഗ്രത്തിന് എങ്ങനെ ഈ വോൾട്ടേജ് കറണ്ട് വേവ് ഫോമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് വോൾട്ടേജിന്റെ വേവ് ഫോമും ഈ കാണിച്ചിരിക്കുന്നത് കറണ്ടിന്റെ വേവ് ഫോമാണ്. നമുക്ക് എങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു വേരിയേഷൻ ഇവിടെ വരുന്നത് കൂടി നമുക്ക് മാത്തമാറ്റിക്കലി ചെക്ക് ചെയ്യാം. നോക്കൂ, an angle omega t at an angle omega t is equal to 0. ഈ ഒമേഗ ടിയും ആംഗിളാണ് ഇവിടെ എക്സ് ആക്സിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒമേഗ ടി ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു Vm സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ സൈൻ 0 ആയതുകൊണ്ട് ഒമേഗ ടി 0 ആയത് നമുക്ക് എഴുതാം വി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തായിരിക്കും ഐ ഇസ് ഈക്വൽ ടു Im സൈൻ ഒമേഗ ടി 0 ആണ്. അപ്പോൾ 0 പ്ലസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം Im സൈൻ പൈ ബൈ 2, ദാറ്റ് ഈസ് സൈൻ പൈ ബൈ 2 1 ആണ്. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു Im, അതായത് വി ഇസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് കറണ്ടിന്റെ വാല്യൂ മാക്സിമം ആണ്. ഇവിടെ നോക്കൂ, ഇതാണ് വി ഇസ് ഈക്വൽ ഒമേഗ ടി 0 ആവുന്ന സമയത്ത് വോൾട്ടേജ്, ഇതാണ് വോൾട്ടേജിന്റെ വേവ് ഫോം. വോൾട്ടേജ് 0 ആണ്, ആ സമയത്ത് കറണ്ട് ഈസ് മാക്സിമം. ഈ 2 പോയിന്റ്സ് ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം നോക്കാം ഒമേഗ ടി ഈക്വൽ ടു പൈ ബൈ 2.
ഈ സമയത്ത് ഒമേഗ ടി പൈ ബൈ ടു ആവുന്ന സമയത്ത് നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ സൈൻ പൈ ബൈ ടു ആകുമ്പോൾ വി ഈസ് ഈക്വൽ ടു വി എം. അപ്പോൾ ഈ സമയത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം ആണ്. വോൾട്ടേജ് ഇസ് മാക്സിമം. ആ സമയത്ത് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. അപ്പോൾ പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു വരുമ്പോൾ നമുക്ക് സൈൻ പൈ എന്ന് കിട്ടും. സൈൻ പൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ നോക്കൂ, ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയ പോയിന്റ് ഇവിടെയാണ്. അതായത് വോൾട്ടേജ് മാക്സിമം ആകുമ്പോൾ കറണ്ട് 0 ആണ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. ഒമേഗ ടി ഈസ് ഈക്വൽ ടു പൈ. ഒമേഗ ടി പൈ ആവുന്ന സമയത്ത് നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു വി എം സൈൻ പൈ ആണ്. അപ്പോൾ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 ആണ്. കറസ്പോണ്ടിങ് ആയ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഇവിടെ പൈ ആണ്. അപ്പോൾ പൈ പ്ലസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ 3 പൈ ബൈ ടു വരും. അപ്പോൾ സൈൻ 270 എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് വരിക, -1 വരിക. അപ്പോൾ മൈനസ് ഐ എം എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കൂ, ഇതാണ് വാല്യൂ മൈനസ് ഐ എം. വി 0 ആവുന്ന സമയത്ത് മൈനസ് ഐ എം ആണ് ആ സമയത്തുള്ള കറണ്ടിന്റെ വാല്യൂ. ദെൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 3 പൈ ബൈ ടു. 270 ആവുന്ന സമയത്ത് വി ഈസ് ഈക്വൽ ടു വി എം സൈൻ 270 എന്ന് പറഞ്ഞാൽ മൈനസ് വി എം ആണ് വരിക. ദാറ്റ് ഈസ് നോക്കൂ, ഇതാണ് ഇവിടെ വോൾട്ടേജ് മൈനസ് 3 പൈ ബൈ ടു ആവുന്ന സമയത്ത് വോൾട്ടേജ് മൈനസ് വി എം ആണ്. മാക്സിമം വാല്യൂ ആണ്, പക്ഷെ നെഗറ്റീവ് ആക്സിസിലാണ്. ആ സമയത്തുള്ള കറണ്ട് എന്ന് പറയുന്നത് നോക്കൂ, ഐ എം സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇവിടെ 3 പൈ ബൈ ടു ആണ് പ്ലസ് പൈ ബൈ ടു. അപ്പോൾ എന്ത് വരും? സൈൻ 2 പൈ. ദാറ്റ് ഈസ് here is the voltage, here is the current, here is the voltage, here is the current. And finally omega t is equal to 2 pi ആവുന്ന സമയത്ത് v is equal to 0. അതായത് 2 pi ആവുന്ന സമയത്താണ് sin 2 pi പറഞ്ഞാൽ v is equal to 0. അപ്പോൾ ആ സമയത്ത് i is equal to im sin, അതായത് ഇവിടെ 2 pi plus pi by 2 എന്ന് വരും. അപ്പോൾ എന്ത് വരും? sin pi by 2 തന്നെ വരും. സോ ദാറ്റ് ഈസ് im. അപ്പോൾ here. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയ പോയിന്റ് ഇവിടെ വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് കറണ്ട് ഈസ് മാക്സിമം. ദെൻ വോൾട്ടേജ് മാക്സിമം ആവുന്ന സമയത്ത് കറണ്ട് ഈസ് അഗെയിൻ 0. ദെൻ വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് കറണ്ട് ഈസ് നെഗറ്റീവ് മാക്സിമം. ദെൻ അഗെയിൻ വോൾട്ടേജ് നെഗറ്റീവ് മാക്സിമം ആവുന്ന സമയത്ത് കറണ്ട് ഈസ് 0. ആൻഡ് ഫൈനലി ഒമേഗ ടി ഈസ് ഈക്വൽ ടു 2 പൈ. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത്, അതായത് ഈ പോയിന്റിൽ നൗ ദ കറണ്ട് ഈസ് മാക്സിമം. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫേസർ ഡയഗ്രത്തിൽ നിന്ന് ദ കറണ്ട് ഈസ് ലീഡിങ് ദ വോൾട്ടേജ് ബൈ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് തന്നെ കറണ്ട് ഓൾറെഡി ഇറ്റ് വാസ് എഹെഡ് ഓഫ് റൈറ്റ് ആംഗിൾ ബൈ പൈ ബൈ 2. ആ തരത്തിലാണ് വോൾട്ടേജും കറണ്ടും വാരി ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പോയിന്റ് ഏത് ഇൻസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാലും ആ ഇൻസ്റ്റന്റിലുള്ള കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഒരു ഫേസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കറണ്ട് ഈസ് പൈ ബൈ 2 എഹെഡ് ഓഫ് വോൾട്ടേജ്. അടുത്തായിട്ട് നമുക്ക് ആവറേജ് പവർ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. ആവറേജ് പവർ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ നമുക്കറിയാം. ഇൻസ്റ്റന്റേനിയസ് പവർ സപ്ലൈ ടു എ കപ്പാസിറ്റർ. പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ഇൻറ്റു വോൾട്ടേജ് ആണ്. സോ പി സി ദാറ്റ് ഇസ് പവർ ഇൻ എ കപ്പാസിറ്റർ. പി സി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു വി, ദാറ്റ് ഇസ് ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ഇൻറ്റു വി എം സൈൻ ഒമേഗ ടി. നമുക്കറിയാം കറണ്ട് വോൾട്ടേജിനേക്കാൾ പൈ ബൈ 2 ലീഡ് ചെയ്യുക എന്നുള്ളത് നമ്മളിങ്ങനെ എഴുതിയത്. ദെൻ ഇൻറ്റു വി എം സൈൻ ഒമേഗ ടി. നമുക്കറിയാം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 പറഞ്ഞാൽ അത് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് ഒമേഗ ടി. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഐ എം കോസ് ഒമേഗ ടി വി എം സൈൻ ഒമേഗ ടി. നമുക്ക് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആയുള്ള സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഐ എം വി എം അതേപോലെ എഴുതുന്നു. 2 കൊണ്ട് താഴെ ഡിവൈഡ് ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് വി എം ഐ എം ബൈ 2. 2 സൈൻ തീറ്റ കോസ് തീറ്റ പറഞ്ഞാൽ നമുക്കറിയാം സൈൻ 2 തീറ്റ. ദാറ്റ് ഈസ് ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ 2 ഒമേഗ ടി. സോ ദിസ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് പവർ. You have to find the average power. So P bar C is equal to, you have to take the average value of this, that is Vm Im by 2 into sin 2 omega t. While taking average, the constant can take outside, that is Vm Im by 2 into sin 2 omega t, the average value. നമ്മൾ പഠിച്ചു ആവറേജ് വാല്യൂ സൈൻ 2 ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് വി എം ഐ എം ബൈ 2 ഇൻറ്റു 0. സോ ദാറ്റ് ഈസ് 0. നമുക്ക് എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാവുന്നതാണ്. സൈൻ 2 ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 ബൈ ടി ഇൻറ്റഗ്രൽ 0 ടു ടി സൈൻ 2 ഒമേഗ ടി ഡി ടി.
അതായത് ഏതൊരു ഫംഗ്ഷൻ്റെയും ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1/t ഇൻ്റഗ്രൽ 0 to t ദെൻ ദാറ്റ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു dt. അതായത് ടൈം ഇൻ്റർവൽ വിത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/t sin 2ωtയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് 2ωt/2ω. നമ്മൾ പഠിച്ചാണ് സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് 2ωt ആണ്. 2ω കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ അപ്ലൈ ദ ലിമിറ്റ്സ് ഇൻ്റഗ്രൽ 0 to t. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/t. ദെൻ t 2ω ഔട്ട്സൈഡ് എടുക്കാം, ഈ മൈനസും എടുക്കാം. ദെൻ ഉള്ളിൽ വരുന്നത് പിന്നെ കോസ് 2ωt മാത്രമേ വരൂ. ദെൻ ഇൻ്റഗ്രൽ 0 to t. ദെൻ ഇൻ്റഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടത് ദാറ്റ് ഈസ് 0 to t. ദെൻ omega, then cos 2ω capital T minus cos 0, that can be written as minus 1/t2ω. നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. അപ്പോൾ അങ്ങനെ ഏതാ, ദാറ്റ് ഈസ് cos 2π/t into t minus cos 0, that is minus 1/t2ω into ടി ക്യാൻസൽ കഴിഞ്ഞാൽ കോസ് 2π into 2 that is 4π, വാല്യൂ 1 ആണ്, മൈനസ് 1. സോ ദ ആൻസർ ഈസ് 0. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ദ ആവറേജ് വാല്യൂ ഓഫ് sin 2ωt ഈസ് 0. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ P⁻C is equal to 0 എന്നായിരിക്കും. സോ ദാറ്റ് ഈസ് എ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ദ ആവറേജ് പവർ സപ്ലൈഡ് ടു എ കപ്പാസിറ്റർ ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0. സോ ദ ആവറേജ് പവർ സപ്ലൈഡ് ടു എ കപ്പാസിറ്റർ ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0 എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അടുത്തായിട്ട് നമുക്ക് ഈ തിയറിയുമായി ബന്ധപ്പെട്ട കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. നോക്കൂ, എ 60 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ 110 വോൾട്ട് 60 ഹെർട്സ് സപ്ലൈ. ഡിറ്റർമിൻ ദി RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദി സർക്യൂട്ട്. നമുക്ക് കാണേണ്ടത് IRMS ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന വിധം നോക്കാം. IRMS ആണ് കാണേണ്ടത്. IRMS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം VRMS ബൈ ഇവിടെ കപ്പാസിറ്റി സർക്യൂട്ടാണ്. സോ XC, ഇവിടുത്തെ റെസിസ്റ്റൻസ് പറയുന്നത് XC ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പോലെ തന്നെ കപ്പാസിറ്റർ, അത് നമുക്ക് എന്ത് എഴുതാം, ദിസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC. വട്ട് ഇസ് അവർ VRMS നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷേ XC നമുക്ക് കണ്ടെത്തണം. വട്ട് ഇസ് അവർ XC? XC is equal to 1/ωc. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2πfc. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 1/2 ഇൻറ്റു 3.14 ഇൻറ്റു ഫ്രീക്വൻസി വന്നിരിക്കുന്നത് 60 ഹെർട്സ് ആണ്. ദെൻ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 60 മൈക്രോഫാരഡ് ആണ്. ദാറ്റ് ഈസ് 60 ഇൻറ്റു 10⁻⁻6 മൈക്രോഫാരഡ് ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 44.2 ഓം ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്തായിട്ട് IRMS കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് VRMS. VRMS ഈസ് 110 വോൾട്ട് ഡിവൈഡഡ് ബൈ XC എന്ന് പറയുന്നത് 44.2. So the answer is 2.49 ampere. So that is the RMS value of current. അടുത്തൊരു ചോദ്യം നോക്കൂ. A capacitor blocks DC but allow AC to pass through it. Explain why. നമുക്കറിയാം കപ്പാസിറ്റർ റിയാക്ടൻസ് XC എന്ന് പറഞ്ഞാൽ 1/ωc ആണ്. That is 1/2πfc. For DC നമുക്കറിയാം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. എഫ് 0 ആവുന്ന സമയത്ത് എക്സിയുടെ വാല്യൂ എന്തായി മാറും, XC ഈസ് ഇൻഫിനിറ്റ്. അതായത് ഫ്രീക്വൻസി 0 ആവുന്ന സമയത്ത് ബൈ 0 താഴെ വരിക. സോ ദ XC ബിക്കം ഇൻഫിനിറ്റ്. എക്സിയുടെ വാല്യൂ ഇൻഫിനിറ്റ് ആവുക പറഞ്ഞാൽ എന്താണ്, ദ കപ്പാസിറ്റർ ബ്ലോക്സ് ദ DC. അതേസമയം AC സംബന്ധിച്ച് നമുക്കറിയാം XC ഹാസ് എ ഫൈനൈറ്റ് വാല്യൂ. സോ ഇറ്റ് വിൽ allow, that is the capacitor will allow AC to pass through it, but it blocks DC completely. കാരണം DC സംബന്ധിച്ച് ഫ്രീക്വൻസിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ XC എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. സോ കപ്പാസിറ്റർ ബ്ലോക്സ് DC and it provides an easy path to AC. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. A 15 microfarad capacitor is connected to a 220 volt
50 Hertz source, find the capacitive reactance and current RMS and peak in the circuit. If the frequency is doubled, what happens to capacitive reactance and current? Okay, നമുക്ക് ആദ്യം കാണേണ്ടത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. X is equal to 1 by omega c, that is 1 by 2 pi fc, that is 1 by 2 into 3.14 into 50 into 15 microfarad ആണ്. So 15 into 10 raised to minus 6, you will get the answer as 212 ohm. Then IRMS is equal to VRMS by XC, that is equal to 220 by 212, you will get the answer as 1.04 ampere. Then you have to find the peak value of current, that is IRMS is equal to IM by root 2. So IM is equal to IRMS into root 2, that is 1.04 into root 2, that is the answer is 1.47 ampere. Then final, what happens to capacitive reactance if frequency is doubled എന്നാണ്. You know X is equal to 1 by 2 pi fc. If frequency is doubled, what will happens? Xc will halved, അതായത് ഫ്രീക്വൻസി ഡബിൾ ആവുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ ഹാഫായി മാറുന്നു. എക്സിൻ്റെ വാല്യൂ ഹാഫായി മാറുമെന്ന് പറഞ്ഞാൽ അർത്ഥം അതിലും കൂടുതലായിട്ട് കറണ്ട് ഡബിളായി അതിലൂടെ ഒഴുകുന്നു. ദാറ്റ് ഈസ് എക്സ് ഈസ് ഹാഫ്ഡ് ആൻഡ് കറണ്ട് ഈസ് ഡബിൾഡ്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. സ്കെച്ച് എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ, ദ ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. നമുക്കറിയാം കപ്പാസിറ്റർ റിയാക്റ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു 1 by 2 pi fc എന്നുള്ളതാണ്. Here 2 pi and c are constant, so we can write x is directly proportional to 1 by f or inversely proportional to frequency. നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി എക്സ് ആക്സിസിലും എക്സ് സി വൈ ആക്സിസിലുമായിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു കേർവ്ഡ് ഷേപ്പ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ ഗ്രാഫ് കണക്റ്റിംഗ് capacitive reactance and frequency. Okay, next problem. An electric lamp is connected in series with a variable capacitor and AC source is glowing with some brightness. അതായത് ഒരു ലാമ്പ് എ സി സോഴ്സും ഒരു കപ്പാസിറ്റർ സീരീസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഹൗ വിൽ ബ്രൈറ്റ്നസ് വിൽ ചേഞ്ച് ഓൺ ഇൻക്രീസിങ് ദി വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഈ ബൾബിൻ്റെ ഗ്ലോ എങ്ങനെ മാറുന്നുള്ളതാണ്. നമുക്കറിയാം capacitive reactance X is equal to 1 by 2 pi fc. ഇവിടെ പറയുന്നത് C is increasing. So if you increase the value of C, what will happen? C കൂടുന്ന ഫലമായിട്ട് the value of Xc will decrease. Xയുടെ വാല്യൂ ബന്ധമായിട്ട് കുറയുന്നു. If value of X is reducing, the opposition to the current will reduce. അതായത് Xc കുറയുന്നതിൻ്റെ ഫലമായിട്ട് opposition കുറയുന്നു, അതിൻ്റെ ഫലമായിട്ട് കറണ്ട് കൂടുന്നു. That is the current I increases. കറണ്ട് കൂടുന്നതിൻ്റെ ഫലമായിട്ട് the brightness of bulb will increase. That is brightness will increase. Okay, so that about this problem. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എ സി അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ മനസ്സിലാക്കി ഇഫ് യു give an voltage V is equal to Vm sin omega t to a capacitor, you will get a current I is equal to Im sin omega t plus pi by 2. From that we got the information that the current is leading ahead to the voltage by a phase angle of pi by 2. Also we studied that the average power supplied to a pure capacitive circuit is 0, and also we have done certain numerical problems. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ പുതിയ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.